പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെറും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ഇപ്പോൾ ഉറങ്ങുകയാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഉണരൂ, ഉണരൂ, ഉണരൂ. നിങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ ഉയർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ ആചാരങ്ങളും നിമിഷാമയുടെ കാര്യം രാത്രി പറഞ്ഞിട്ട് എന്നെ വിളിക്കും. ഞാൻ പോവാ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാം. ഞാനും വരുന്നു. ഇവിടെ ഉണർന്നിട്ടേ ഉള്ളൂ, ഇഷ്ടം പോലെ സമയമുണ്ട്. ഉച്ചിട്ട് പോകുന്നതിന് ശരിയാണ്. സമുദായത്തിന് പോരാടാൻ ആരെങ്കിലും വേണ്ടേ? പോരാടാനോ? ഞാനോ? ജയ് ജയ് ജയ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? അതുകൊണ്ട് 2 കാപ്പി, ഒരു മസാല ദോശ. നിനക്കൊന്നും വേണ്ടേ? വേണ്ട. അത് കണ്ടോ, ഒറ്റയടിക്ക് നോക്കല്ലേ. നമ്മുടെ കൊഴിയാമ്പറമ്പിലെ കൊച്ചല്ലേ അത്? ആ കൂടെയുള്ള ചെക്കനേതാ? ഇതിന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അത് പോട്ടെ, നീ ടൗണിലുണ്ടായിരുന്നോ? എന്തുവാ പറയാൻ വന്നേ? ദോശ വരട്ടെ. ഓ, ഇവിടുത്തെ നല്ല ദോശയാണല്ലേ? അത് പറയാനാണോ നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അല്ല അമ്മേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഈ വട, ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല. പക്ഷേ അത് അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ചില സങ്കടങ്ങളും അങ്ങനെയാണ് അമ്മ. ഈ വട പോലെ വന്നു കയറും, നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം. നീ എന്തുവാടാ ഈ പറയുന്നേ? അമ്മേ, ഒരു MBA-കാരൻ പയ്യനുണ്ട്, നല്ല സ്വഭാവം, ടൗണിൽ സ്റ്റുഡിയോ നടത്തുവാണ്. നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ? അതാണോ കാര്യം? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോടാ? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പയ്യൻ ക്രിസ്ത്യാനിയാ, പ്രേമത്തിലാണ്. പ്രേമോ? നീ എന്താണ് ഈ പറയുന്നേ? ഇരിക്കമ്മേ, നാട്ടുകാർ ബഹളം വിചാരിക്കില്ല. പ്ലീസ് ഇരിക്കേ. കൊല്ലും ഞാൻ അവളെ. അവളുടെ ഒരു ടൂർ ഇന്ന് വരട്ടവള്. അമ്മ ഒന്ന് അടങ്ങമ്മ, ഞാൻ പറയട്ടെ. നീ ഒരു കോപ്പം പറയണ്ട. ആ യന്ത്രാണി ഞാൻ കൊന്നു കുഴിച്ചുണ്ട്. അവനാകെ ഒരു കുറവുള്ളൂ, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. അമ്മ ഒന്ന് ഓർത്ത് നോക്കി, നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ആ ജോസ്റ്റാനല്ലേ എല്ലാത്തിനും ഉള്ളത്. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. ഇത്രയും നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. എന്തായാലും നമ്മുടെ കൊച്ചല്ലമ്മേ. എന്നാലും കുടുംബക്കാരൻ പോവാൻ പറയാതെ. ഞാൻ ജോസ്റ്റാനും കുറച്ചു നേരം മുമ്പ് അവനെ പോയി കണ്ടായിരുന്നു. നല്ല പയ്യനാണമ്മേ, അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്റെ പാലും ചുഴിയമ്മേ, എനിക്കൊന്നും അറിയില്ല. നീ തന്നെ തീരുമാനിക്ക. ഹലോ, എടാ പുള്ളി എവിടെ പോയി കിടക്കാണ്? ഉച്ചക്ക് 1:30 തൊട്ട് നിൽക്കുക. ഇപ്പൊ എങ്ങാനും വരോ? ഇവിടെ ലൈറ്റൊക്കെ പോയി തുടങ്ങി. നീ പോകുന്നില്ലല്ലേ? ഇന്ന് ബുദ്ധപൗർണമിയായിട്ട്. ബുദ്ധപൗർണമി നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി. അതൊക്കെ എനിക്കറിയാം. അതിങ്ങോട്ട് മാറ്റിയോ? ഇല്ല. എടി, പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത എക്സാമിന്റെ? ഏയ് ഇല്ല. ഇനി ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളത് എവിടെ പോയിരിക്കായിരുന്നു? എന്തോ അമ്മയ്ക്ക് പോയി പഠിക്കടി. പഠിക്കാനൊന്നുമില്ലേ? അമ്മ എന്തിനാ വെറുതെ അവളോട് ചാടി കയറുന്നത്? ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കിയില്ലല്ലോ. ഗിഫ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയിരിക്കായിരുന്നു? കാപ്പി കുടിക്കാൻ പോയി. നീ ചോദിച്ച സാധനം. ചക്കര ചേച്ചി, ഞാൻ ഇതിട്ടിട്ട് വരാവേ. ഭയങ്കര സീരിയസ് ആണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത ഇത്രയും ദിവസം? താങ്ക്സ്.
ആ പറയടാ. ആ ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. ആ ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ ഒരു ഇത് ഓക്കെ. ആ നമുക്കിനി വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ശരിടാ. നാളെ നമുക്കൊന്ന് ഹലോ ഹലോ. മനുഷ്യേട്ടാ, ജോസ്റ്റൈൻ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അതെ അതെ എനിക്ക് 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 അല്ല, ഫോൺ ഒരു അത്യാവശ്യം എവിടെ? ആ അതെ 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 അതെ. ഞാൻ പറഞ്ഞതേ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമുക്കത്. ആ നോക്കുന്നുണ്ട്. അല്ല നോക്കാം. അതെ നമുക്കൊന്നുകൂടെ അവനെ കാണണം. ആ ഞാൻ തൽക്കാലം മീരയുടെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം. ശരി. എന്നാലും നീ ആ ക്രിസ്ത്യാനി ചെക്കൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ നോട്ടീസ് അടിച്ചിറക്കാം. PSC റാങ്ക് കിട്ടിയ കാര്യമല്ലേ? എടാ, മീരക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ പറയണത് അവൾക്ക് 2 പ്രണയം ഉണ്ടെന്ന്. ഡാ, ആ ഫോട്ടോയിൽ നീ കണ്ടെന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് അന്വേഷിച്ചോ? ഞാനെന്താ അന്വേഷിക്കാനാ? ഫോണിൽ കിടന്ന ഫോട്ടോ അല്ലേ? അപ്പോൾ ടൂറിന് പോയപ്പോൾ എടുത്തായിരിക്കും. അല്ലെങ്കിൽ അവളെ ക്ലാസ്സിൽ ഏതെങ്കിലും പയ്യനാവും. എന്നാൽ നമുക്ക് ആദ്യം അത് അന്വേഷിക്കാം. ഇനി സത്യമാണെന്നില്ലല്ലോ. എന്താ എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു മിണ്ടാത്തെ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരാണ് ഈ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല. അല്ല, അത് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ? അവന് അതിനു വേണ്ടിയുള്ള ഓട്ടത്തില്ല. അതിനു മുമ്പ് മീനെ കെട്ടിച്ചു വന്നു. നല്ല കാര്യം അല്ലേ? ഈ അമ്പാടിയുടെ വകയിലേ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നുണ്ട്. പുള്ളിക്കാരെ ഗൾഫിലാ അല്ലേ? പക്ഷെ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അല്ല, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. ഏയ്, അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയേ വേണ്ട. അവൾ ഈ പ്രേമിക്കുന്ന ടൈപ്പൊന്നല്ല. പിന്നെ അവള് വലിയ നല്ല പിള്ളയല്ലേ? പിന്നെ നല്ല പിള്ളയാണ്, എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. ശലഭ ഒരു കാര്യം ചെയ്യണം. എന്തിനാണ് ഇത്ര ഫോർമാലിറ്റി? കാര്യം പറ. ഫോർമാലിറ്റി ഒന്നുമില്ല. മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം. സീക്രട്ട് ആയിരിക്കണം. ഒരാള് പോലും ഇത് അറിയരുത്, പ്രത്യേകിച്ച് അവള്. ശരി, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കാം. അത് മതി. പോരെ? മതി. ഇറങ്ങാം. പോവാണോ? ശരി. ആഹാ, 3 പേരുണ്ടല്ലോ. അതെ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട്. ആങ്ങളേക്ക് ഫീൽ ആവോ? എന്താ കാര്യം പറ. ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില്ല. സംഭവം ആകെപ്പാടെ 2-3 പേർക്കേ അറിയൂ. പക്ഷെ ഭയങ്കര സീരിയസാ. പേരെന്താ? പേര് അൻവർ ഷെരീഫ്. അൻവറേ, കോളേജിൽ ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ്.
നീ പോയിക്കോ. ദേ ജോസേട്ടാ, ഒരാളിപ്പനെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. എൻ്റെ അടുത്ത് വരും. ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ. എന്താ? കല്യാണം.